പ്രശസ്തവും സമ്പൂർണ്ണ ക്ഷേത്രങ്ങളുമായ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രമാണ് കടന്നുപോകുന്നത്. ഇടതുവശത്തോടെ ഇടതുവശത്തായി ഗണപതി ക്ഷേത്രങ്ങൾ പ്രസിദ്ധമായ പഴവങ്ങാടി ഗണപതി ക്ഷേത്രം ഇന്ന് പട്ടാളത്തിന്റെ കീഴിലുള്ള ക്ഷേത്രമാണിത്. കോളേജാണ്. ഏകദേശം 136 വർഷം പഴക്കമുള്ള കോളേജാണിത്. തിരുവിതാംകൂർ ഭരണകാലത്ത് ആയുർവേദ പഠനത്തിനായി അതിലുപരി ആയുർവേദ ചികിത്സയ്ക്ക് വേണ്ടി സ്ഥാപിച്ച കോളേജാണ്. കേരളത്തിലെ തന്നെ ആദ്യത്തെ ആയുർവേദ മെഡിക്കൽ കോളേജാണിത്. കേരളത്തിലെ സർവീസിലേക്കാണ് ഇവിടെ മന്ത്രിമാരുടെയും വകുപ്പുകളും മന്ത്രിമാരുടെയും ഓഫീസുകളാണ്. തിരുവിതാംകൂർ ഭരണകാലത്ത് മത്സ്യത്തിൽ കൂടാനുള്ള നിർമ്മാണമായി നിർമ്മിച്ചതാണ് ഇതിന്റെ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നത്. മാധവറാവു അന്നത്തെ ദിവാനായിരുന്ന മാധവറാവുവാണ് സെക്രട്ടറിയുടെ പണിയാനായി ചുക്കാൻ പിടിച്ചത്. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി സ്ഥാപിച്ച പ്രതിമയാണിത്. ട്രിവാൻഡ്രത്തെ തന്നെ ആദ്യമായി സ്ഥാപിച്ച പ്രതിമ ആയതുകൊണ്ട് തന്നെ ഈ സ്ഥലത്തിന്റെ സ്റ്റാച്യു എന്ന പേരിൽ അറിയപ്പെടുന്നു. യൂണിവേഴ്സിറ്റി കോളേജ്, റൈറ്റ് സൈഡിലായി വലതുവശത്തായി സംസ്കൃത കോളേജ്. രണ്ട് കോളേജുകളും ഏകദേശം 100 വർഷത്തിലേറെ പഴക്കമുള്ള കോളേജുകളാണ്. അതിന് പ്രസിദ്ധമായ പഴയ പ്രസിഡന്റായിരുന്ന കേരളത്തിലാണ് ഇടതുവശത്തായി ഒരു പ്രതിമ കടന്നു പോകുന്നത് കാണാം. പട്ടം താണുവെള്ള നമ്മുടെ സംസ്ഥാനത്തിന്റെ രണ്ടാമത്തെ മുഖ്യമന്ത്രിയായിരുന്നു. റൈറ്റ് സൈഡിലായി വലതുവശത്തായി സാഫല്യ കോംപ്ലക്സ്, ട്രിവാൻഡ്രത്തിലെ തന്നെ ആദ്യത്തെ ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ്. കടന്നു വന്ന പാളയം മാർക്കറ്റാണ്. പഴക്കമുള്ള മാർക്കറ്റാണിത്. വലതുവശത്തായി ദേവസ്വങ്ങളുടെ കീഴിലുള്ള ഗണപതി ക്ഷേത്രം അതിന് കൂട്ടിച്ചേർന്ന് പാളയത്തിലേക്ക് ഇതിന് തൊട്ട് പുറകിലായി ഒരു ക്രിസ്ത്യ ദേവാലയമുണ്ട്. 3 ഒറ്റ കോമ്പൗണ്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. 3 മതസ്ഥരുടെ ദേവാലയങ്ങൾ ഒരേ കോമ്പൗണ്ടിൽ സ്ഥിതി ചെയ്യുന്ന ഏക സ്ഥലം പാളയമാണ്. മതസൗഹാർദ്ദത്തിന് പേരുകേട്ട സ്ഥലമാണ് പാളയം. റൈറ്റ് സൈഡിലായി പാളയം ചർച്ച്. 2 പള്ളികളും ഏകദേശം 100 പഴക്കമുള്ള പള്ളികളാണ്. ആകാശ കൗൺസിൽ കുരിശിന്റെ ആകൃതിയിൽ നിർമ്മിച്ചിട്ടുള്ള പള്ളിയാണിത്. ലെഫ്റ്റ് സൈഡിലായി ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയം. കേരള പോലീസ് സേനയുടെ തന്നെ ആദ്യത്തെ IG ആയിരുന്ന ചന്ദ്രശേഖർ സാറിന്റെ നാമമാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പോലീസ് സ്റ്റേഡിയം എന്ന പേരിൽ അറിയപ്പെടുന്നു. നിയമസഭാ മന്ദിരം കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇതാദ്യ സെക്രട്ടേറിയറ്റിലാണ് പ്രവർത്തിച്ചിരുന്നത്. വീണ്ടും ഇടതുവശത്തായി കടന്നു വരുന്ന നിയമസഭാ മ്യൂസിയം. ഇതിലേക്ക് പ്രവേശിക്കാനുള്ള കവാടമാണ് ഇടതുവശത്തായി കാണുന്നത്. ബസ് പുറത്തു നിൽക്കുന്നത് PMG. ഇതിന്റെ റൈറ്റ് സൈഡ് വലതുവശത്തായി കാണുന്നത് GV രാജ സ്റ്റേഡിയം, യൂണിവേഴ്സിറ്റി സ്റ്റേഡിയം എന്ന പേരിൽ അറിയപ്പെടുന്നു. റൈറ്റ് സൈഡിലേക്ക് കടന്നു വരുന്നത് നേതാജി സുഭാഷ് ചന്ദ്ര ബോസിന്റെ പ്രതിമയാണ്. ലെഫ്റ്റ് സൈഡിലായി TT ബസിന്റെ ആദ്യകാല 5 സ്റ്റാർ ഹോട്ടലുകളായ മസ്കറ്റ് ഹോട്ടൽ ഇടതുവശത്തായി കാണാം. ഇടതുവശത്തായി പുരാതനമായ ഒരു സീൽസിൽ ചർച്ച് കാണാം. മലയാളവർഷം 1086 പണികഴിപ്പിച്ച പള്ളിയാണിത്. നിർമ്മാണക്കലയിൽ തന്നെ വ്യത്യസ്തമായ രീതിയിൽ പാറകൾ കൊണ്ട് മാത്രം പണികഴിപ്പിച്ച ഒരു ക്രിസ്ത്യ ദേവാലയം. റൈറ്റ് സൈഡിലായി കോർപ്പറേഷൻ ഓഫീസ്, നഗരസഭാ കാര്യാലയം, മേയറുടെ ഓഫീസാണ്. ട്രിവാൻഡ്രം മ്യൂസിയം ഷെല്ലിന്റെ കവാടത്തിന്റെ ഫ്രണ്ടിലാണ്. ഇവിടെ ഇടതുവശത്തായി കാണാം. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ മൃഗശാല 55 ഏക്കർ സ്ഥിതി ചെയ്യുന്നു. 1857 തുടക്കം കുറിച്ച മ്യൂസിയമാണിത്. ഈ മ്യൂസിയത്തിന് വേറൊരു പേര് കൂടിയുണ്ട്. JPR മ്യൂസിയം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. റൈറ്റ് സൈഡിലായി പബ്ലിക് ഓഫീസ്.
വലതുവശത്തായി ശ്രീനാരായണ ഗുരുദേവ പാർക്കാണ്. വീണ്ടും വലതുവശത്തായി കടന്നു വരുന്നത് ക്യാപ്റ്റൻ ലക്ഷ്മിബായിയുടെ പേരിലുള്ള ഒരു ചിൽഡ്രൻസ് പാർക്ക്. ഇടതുവശത്തായി ലെഫ്റ്റ് സൈഡിലായി കടകംകുന്ന് കൊട്ടാരവും അതിന്റെ ഭാഗങ്ങളും. അന്ന് നാട് ഭരിച്ചിരുന്ന ശ്രീ മോദനപുരാന്റെ കാലത്ത് പണികഴിപ്പിച്ച കൊട്ടാരമാണിത്. കൊട്ടാരത്തിൽ വരുന്ന അതിഥികളായ നോൺ വെജുകാരികൾ ഇറച്ചി മീനും കഴിക്കുന്നവർക്ക് റെസ്റ്റ് ചെയ്യാനും ഫുഡ് കഴിക്കുവാനും വേണ്ടി കൊട്ടാര സദൃശ രീതിയിൽ നിർമ്മിച്ച ഒരു പാലസ് ആണ്. ലെഫ്റ്റ് സൈഡ് ഇടതുവശത്തായി ഇന്ത്യൻ നേവിയുടെ തന്നെ സീഹോക്ക് എന്ന ഫൈറ്റർ ഫ്ലൈറ്റ് ആണ്. 1971 ഇന്ത്യ പാക് യുദ്ധം നടക്കുന്ന സമയത്ത് പാകിസ്ഥാനെതിരെ ബോംബുകളുടെ ശരവർഷം ചെയ്ത ഫ്ലൈറ്റ് ആണ് സീഹോക്ക്. റൈറ്റ് സൈഡിലായി വലതുവശത്തായി ജലഭവൻ. ഇതിന്റെ റൈറ്റ് സൈഡിലേക്ക് വലതുവശത്തേക്ക് റോഡ് കടന്നു പോകുന്നതാണ്. നമുക്ക് ഡ്രൈവ് ലൈഫ് എന്നറിയപ്പെടുന്ന മാനവീയ വീതി, രാത്രികാലങ്ങളിൽ ഡാൻസ്, പാർട്ടി എന്നിവ അരങ്ങേറുന്ന സ്ഥലമാണത്. ഇതിന്റെ വലതുവശത്തായി നമുക്കുള്ള TV സമ്മാനിച്ച കൽപ്പറ്റ ഓഫീസാണ്. ശ്രദ്ധിക്കുക, ഓണാഘോഷ പരിപാടിയും സംബന്ധമായി സീരിയൽ സെറ്റുകൾ എല്ലാം ഇട്ടിരിക്കുകയാണ്. സീരിയൽ സെറ്റുകളെല്ലാം താഴ്ന്നു നിൽക്കുകയാണ്. ദയവായി പണ്ടക്കിൽ ഇരിക്കുന്നവർ ശ്രദ്ധിച്ചിരിക്കേണ്ടതാണ്. ബസ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് വെള്ളയമ്പലത്താണ്. വെള്ളയമ്പല സ്ക്വയർ. ബസ്സിന് പോകുന്നത് കവടിയാർ ഭാഗത്തേക്ക്. കവടിയാർ കൊട്ടാരത്തിന്റെ കവാടം വരെ ബസ് പോകുന്നതായിരിക്കും. റൈറ്റ് സൈഡിലായി വലതുവശത്തായി കാണുന്നത് രാജ്ഭവനാണ്. കേരള ഗവൺമെന്റ് ഔദ്യോഗിക വസതി എന്നറിയപ്പെടുന്ന രാജ്ഭവൻ കേരള പോലീസ് സേനയുടെ തന്നെ അതീവ സുരക്ഷാ വലയമുള്ള സ്ഥലമാണ് ഇത്. വശത്തായി ഭദ്രനഗരം കാണാം. മൻമോഹൻ ബംഗ്ലാവ്. വശത്തായി ദർസ ബാങ്ക് ഓഫീസസിന്റെ ക്വാർട്ടേഴ്സ് ആണ്. ട്രിവാൻഡ്രം ടെന്നീസ് ക്ലബ്. സ്വാമി വിവേകാനന്ദ പാർക്കാണ്. ബസ്സിൽ നിൽക്കുന്നത് കവടിയാർ കൊട്ടാരത്തിന്റെ കവാടത്തിന്റെ ഫ്രണ്ടിലാണ്. നോക്കിയാൽ വാഹനത്തിന്റെ നേരെ നോക്കിയാൽ കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കാനുള്ള മെയിൻ കവാടം. തിരുവിതാംകൂർ രാജവംശങ്ങളുടെ ഔദ്യോഗിക ചിഹ്നമായ ശംഖുമാലി ഗേറ്റിൽ കാണാം. തിരുവിതാംകൂർ രാജവംശത്തിന്റെ ഔദ്യോഗിക വസതി എന്നറിയപ്പെടുന്ന കവടിയാർ കൊട്ടാരം. രാജവംശ അംഗങ്ങൾ ഇപ്പോഴും ഇവിടെയാണ് താമസം. ഏകദേശം 110ഓളം മുറികളുള്ള 3 നിലയിലുള്ള കൊട്ടാരം എന്നാണ് ചരിത്രം പറയുന്നത്. ആർക്കും തന്നെ അകത്തേക്ക് പ്രവേശനമില്ല. 44 ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന കൊട്ടാരം കാണണമെങ്കിൽ തന്നെ ഏകദേശം 800 മീറ്റർ ഉള്ളിലേക്ക് പോകണം. സ്റ്റേറ്റ് സെൻട്രൽ ലൈബ്രറിയാണ്. ഫൈനാൻസ് കോളേജ്, കേരള ഫൈനാൻസ് കോളേജ് 1888 തിരുവിതാംകൂർ രാജവംശങ്ങൾ ചിത്രരചന പഠനത്തിനായി സ്ഥാപിച്ച കോളേജാണിത്. രക്തസാക്ഷി മണ്ഡപമാണ്. BJP ഹോളാണ്. ഇന്നത് അയ്യക്കാൽ ഹോളായി അറിയപ്പെടുന്നത്. പല ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷി വഹിച്ച ഹോളാണ്. വിക്ടോറിയ മഹാറാണിയുടെ കിരീട സ്മരണയ്ക്കായി പണികഴിപ്പിച്ച ഒരു ഹോളാണിത്. റൈറ്റ് സൈഡിലായി വലതുവശത്തായി MLA ഹോസ്റ്റൽ. റൈറ്റ് സൈഡിലായി കേരള യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം.
വശത്തായി ബാക്കിലേക്ക് നോക്കിയാൽ പുതിയ AKG സെന്റർ കാണാം. SBI യോട് ചേർന്നിരിക്കുന്നത് പുതിയ AKG സെന്റർ ആണ്. ഹോസ്പിറ്റലിൽ കടന്നു പോകുന്നത് തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ടാണ്. വീണ്ടും ലെഫ്റ്റ് സൈഡിലായി ഇടതുവശത്തായി കാണുന്നത് ഫ്ലൈറ്റ് 18 ഡിപ്പാർട്ട്മെന്റ് ആണ്. ഫ്ലൈറ്റ് നന്നാക്കുന്ന സ്ഥലം. ബസ്സിന് പോകുന്നത് ശംഖുമുഖ ഭാഗത്തേക്കാണ്. ശംഖുമുഖ ഭാഗത്തേക്ക് പോകുന്നത് എയർപോർട്ടിന്റെ റൺവേയുടെ സൈഡിലൂടെയാണ് നമ്മൾ പോകുന്നത്. യാതൊരു കാരണവശാലും നിങ്ങളുടെ മൊബൈലിൽ നിന്ന് റൺവേയുടെ ഫോട്ടോസ് വീഡിയോസ് ഒന്നും നിങ്ങൾ ഷൂട്ട് ചെയ്യുന്നത് സെക്യൂരിറ്റി റീസൺസ് ഉള്ളതുകൊണ്ടാണ്. എയർപോർട്ട് അംഗൻപൂർ ബീച്ചിന്റെ കവാടത്തിന്റെ ഫ്രണ്ടിലാണ്. നിങ്ങൾ കാണാം, മാർഗത്തിന് നേരെ നോക്കിയാൽ ബീച്ചിലേക്ക് പ്രവേശിക്കാനുള്ള കവാടം. ഇതിന് റൈറ്റ് സൈഡ് വലതുവശത്തേക്ക് റോഡ് കടന്നു പോകുന്നത് കാണാം. പ്രശസ്തമായ വെട്ടുകാട് ചർച്ച് വേളി ബോട്ടിംഗ് റിലീഫ് ഐലൻഡിലേക്ക് പോകുന്ന റോഡാണിത്.
വരും.